ഐബിന് വേണ്ടിയിട്ടുള്ള പുറത്താക്കലല്ലേ പറയുന്നു. എല്ലാം എണ്ണി പറഞ്ഞല്ലോ. മാമാ മാസിവാദാലിക്കുമല്ലോ യൂബി ഈ പറയപ്പെട്ട ഐബും കഴിച്ച് ബാക്കിയുള്ളത് തള്ളാൻ അധികാരമില്ല. ഷർത്ത് വെച്ചാലൊഴികെ എന്തെങ്കിലും ഷർത്ത്, ഏത് ഷർത്തും നമുക്ക് വെക്കാം. കെട്ടുമ്പോൾ നിക്കാഹിൻ്റെ സീകയിൽ ആ ഷർത്ത് ലംഘിച്ചാൽ എന്താക്കാം? ഷർത്തുൽ ഫസ്ഖി ബിൽ യൂബി ഐബ് കൊണ്ട് തള്ളുന്നതിൻ്റെ നിബന്ധന എന്താ? അല്ലായക്കൂന ആലിമം ബിഹ വഖ്തൽ അഖ്ദി വലാ യർളാ ബിൽ ഐബി ബഅദഹു ഫഇൻ അലിമ ബിഹ ഫിൽ അഖ്ദി ഔ ബഅദഹു ഫറളിയ ഫലാ ഖിയാറ ലഹു. അതേ അറിഞ്ഞ് ഇല്ലെങ്കിൽ തൃപ്തിപ്പെട്ട് ഈ തലാഖ് ചെല്ലാൻ പറ്റുന്നിടത്ത് തന്നെ എന്തിനാ ഫസ്ഖിന് ഒരുങ്ങണം എന്ന് പറയുന്നു? തലാഖ് വേണ്ട, ഫസ്ഖ വേണ്ടത്. ഫവായിദുൽ ഫസ്ഖി, ഫസ്ഖ് കൊണ്ടുള്ള നേട്ടങ്ങൾ പല വിധത്തിലുണ്ട്. ബാജൂരി തർസീഹ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താ ഉണ്ടല്ലോ, വളരെ വളരെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് തർസീഹല്ലേ വായിച്ചത്. ഫസ്ഖ് നടത്തി 10 മുമ്പ്, എന്നാ ഒന്നും കൊടുക്കണ്ടല്ലോ. ഫസ്ഖാണെങ്കിൽ നിക്കാഹാണെങ്കിൽ എന്ത് കൊടുക്കേണ്ടി വരും? അല്ല, മഹറിന്റെ പകുതി. മഹറിന്റെ പകുതി. അങ്ങനത്തെ പല നേട്ടങ്ങളും പറയുന്നുണ്ട്. തർസീഹ് നോക്കി മനസ്സിലാക്കണം. ഫസ്ഖും തലാഖും തമ്മിലുള്ള വ്യത്യാസം ആദായത്തിലാകലേതാണ്? തലാഖ് 3 പ്രാവശ്യമേ പറ്റുള്ളൂ. ഫസ്ഖ് പല പ്രാവശ്യവും പറ്റൂലേ? തലാഖ് 3 പിന്നെ നീ എനിക്ക് കിട്ടോ? വേറൊരു സൗജ് കെട്ടിയിട്ട് വിടണ്ടേ? അങ്ങനെയുള്ള വ്യത്യാസം വേറെ ഉണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പറഞ്ഞോ. മാലിക്കുൻ عن يحيى بن سعيد عن سعيد بن المسيب رضي الله عنه قال سعيد بن المسيب رضي الله عنه പറയുന്നു قال عمر بن الخطاب أيما رجل تزوج امرأة وبها جنون أو جذام أو برص അറിയാതെ അയ്യോ എന്ത് ചെയ്തു പോയി? നോക്കുമ്പോഴേക്ക് ഈ പെണ്ണിന്റെ ദേഹത്തിൽ എന്തുണ്ട്? ആദ്യം അറിഞ്ഞെങ്കിൽ അതേപോലെ പോയാൽ മതിയായിരുന്നു. പെണ്ണിനെ ഉപയോഗിച്ചു പോയി. ഫലഹാ സദാഖുഹ കാമില, ഉണ്ടാക്കല് കൊടുക്കണം. ഫലഹാ സദാഖുഹ കാമില. അവിടെ കാമിലൻ എന്ന് പറഞ്ഞാൽ എന്ത് സദാഖ കൊടുക്കല് എന്നാണ്. അങ്ങനെയും തീരുമാനിക്കാറുണ്ട്. മഹറുൽ മിസിലാണോ അല്ലേ അവിടെ മജ്ലിസിൽ പറഞ്ഞതാണോ അതവിടെ കളിക്കും. അവിടെ മദ്ഹബെല്ലാം വ്യത്യാസം വരും. മഹറുണ്ട് എന്നാ പറഞ്ഞത്, പറഞ്ഞ അതേ മഹറാണോ അല്ലെ മഹറുൽ മിസില? മാലിക്കി മദ്ഹബിൽ ഏതാണ്? മാലിക്കി മദ്ഹബിൽ മുസമ്മ തന്നെയാണ് കൊടുക്കേണ്ടത്. എന്തല്ല? മിസിലല്ല. നമ്മളെ മദ്ഹബിൽ എന്താണ്? മിസിലാണ്. കാരണം നിക്കാഹ് അടിപൊളിയായിട്ട് പോയല്ലോ കൊണ്ട് കൊടുക്കണം. എന്നിട്ട് ഇത്ര തന്നെ പൈസ ആരാണ് തിരിച്ചു കൊടുക്കേണ്ടത്? ഭർത്താവിനെ കഷ്ടത്തിലാക്കിയില്ലേ? കാരണം ഐബ് ഉള്ളതുപോലെ പറഞ്ഞെങ്കിൽ ഈ സൗജി ഈ പെണ്ണിനെ സ്വീകരിക്കുമായിരുന്നോ? അപ്പൊ മറച്ചു വെച്ചതാരാണ്? മദാലിക്ക ഇത്രയും സംഖ്യ ലിസൗജിഹ ഹുർമുൻ കിട്ടാനുള്ളതാണ്. അലാ വലിയിഹ, കാരണം ദ്രോഹിച്ചതാരാണ്? അത് പെണ്ണിനെ പറ്റി അറിയുന്ന വലിയാണെങ്കിലാണ്. അജ്ഞാതമായ വലിയാണെങ്കിൽ കാവി കെട്ടിച്ചതാണ്, ഇളയപ്പാൻ്റെ മോൻ കെട്ടിച്ചതാണോ? ഓനിക്കൽ ഇവരുടെ ശരീരത്തിൽ അയവുള്ളത് ഓൻ അറിയാൻ സാധ്യത ഉണ്ടാ? അപ്പൊ നഷ്ടം ഓനോട് വാങ്ങോ? അതെ, നഷ്ടം തീരെ വാങ്ങാൻ പാടില്ല എന്നാണ് ഷാഫി മദ്ഹബ്, അബൂ ഹനീഫന്റെ മദ്ഹബ്.
ലാ യർജിഉ സൗജു അലൽ വലിയി വലാ അലൽ മർഅത്തീൻ. ഷാഫിഈ ഹനഫി. എന്താണ്? ഇങ്ങോട്ടൊന്നും വാങ്ങിക്കൂടെ? ലാ യർജിഉ സൗജു അലൽ വലിയി വലാ അലൽ മർഅത്തി. ഷാഫിഈ ഹനഫി. ഏതുപോലെ കമാലോ കാനൽ മബീഉ മഈബൻ ഫാക്കലഹു. നോക്കാൻ കഴിയോ? യർജിഉ എന്നാണ് മാലിക്കി മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഖദീമായ മദ്ഹബ് ഷാഫിഈ. പിടിച്ചു വാങ്ങാൻ എന്തേ? ലാ യർജിഉ സൗജു അലൽ വലിയി വലാ അലൽ മർഅത്തി ഷാഫിഈ മദ്ഹബിലുള്ള ജദീദ്. ഹനഫി മദ്ഹബും യർജിഉ. കാരണം ഈ പ്രശ്നത്തിന് എന്തിനായി വലിച്ചിറക്കിയത്? അത് വലിയന്റെ ഭാഗത്തിൽ നിന്ന് തെറ്റുണ്ടെങ്കിലാ പറഞ്ഞത്. മാലിക്കി മദ്ഹബും ഹംബലിയും ഷാഫി മദ്ഹബിൽ ഖദീമും ഉണ്ട്. ചില വാക്യത്തിൽ എന്താക്കാൻ എനിക്ക് ആദ്യമേ പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ഞാൻ കെട്ടാൻ വരോ? ഇനി ബയാൻ കൊടുക്കുന്നു കാല മാലിക്കും. എല്ലാവരോടും ഇതേപോലെ പൈസ പിടിച്ചു വാങ്ങൂല. വലിയ സൗജിനിക്ക് കടബാധ്യത ഏറ്റെടുക്കണം എന്ന് പറഞ്ഞത് ഇതാക്കാന വലിയുഹ അല്ലദീ അൻകഹഹാ ഹു അബൂഹാ ഔ അഖൂഹാ ഔ മൻ യറാ അന്നഹു യഅലമു ദാലിക മിൻഹാ. ആര് കെട്ടിച്ച വലിയാണെങ്കിലാ ഈ അയ്ബ് കാണാൻ സാധ്യത ഉള്ള വലിയോ. അവർ അറിയാതിരിക്കൽ മുഹാലാണ്. അങ്ങനെയുള്ള വലിയ കെട്ടിച്ചാലാണ് എന്ത് പറഞ്ഞത്? ആ പിന്നെ ഫമായിദാക്കാന വലിയുഹ അല്ലദീ അൻകാഹാ ഇബ്നു അമ്മി. അമ്മിന്റെ മോനാണ്, മൗലയാണ്. ഔമിനൽ അശീറ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള അകന്ന ആരോ ആണ്. ഔമിനൽ അശീറ മിമ്മയുറ അന്നഹു ലാ യഅലമു ദാലിക മിൻഹാ. ഓനിക്ക് ഈ പെണ്ണിന്റെ അയ്ബറിയാൻ സാധ്യത ഉണ്ടാ? അല്ലെ ഖാദിയാറാ കെട്ടിച്ചത്, അല്ലെ മുഹക്കമാണ് കെട്ടിച്ചത്. എന്നാല് കൊടുക്കണ്ട. ഒരു പറയൽ നമ്മ ഇതൊന്നും അറിയൂല, അയ്ബുണ്ടെങ്കിൽ നമ്മൾ കെട്ടിക്കാൻ നിൽക്കോ? ഓരോ പേര് മോശായി. പിന്നെ പതറുദ്ദു തിൽക്കൽ മർഗത്തു. ഈ മഹർ വാങ്ങിയിട്ട് എന്താ വണ്ടി? പതറുദ്ദു തിൽക്കൽ മർഗത്തു മാ അഖദത് മിൻ സദാഖിഹാ. എന്നിട്ടോ വയത്റകു ലഹാ തറുദ്ദു ഇല സൗജി അൽ ഖദ്റ സായിദ അലാ ഖല്ലിൽ മഹരി എന്നാ പറയും. എന്തെല്ലാം പെണ്ണിന് കൊടുത്തോ അവയിൽ നിന്ന് മിക്കവാറും ആർക്കെന്നെ മടക്കി കൊടുത്തേക്ക്. എന്നിട്ട് എത്ര ഇടവാക്കിയാക്കണ്ടി? അഖല്ലുൽ മഹർ ഖദ്റമായ യസ്തഹിലു ബിഹി. അവരുടെ ഫർജ് ഹലാലാക്കുന്ന ഖദ്ർ ആര് ബാക്കിയാക്കണം? വയുത്റകു ലഹാ ഖദ്റ മാ യസ്തഹിലു ബിഹി. ഇപ്പൊ എങ്ങനെ? പെണ്ണിന് എത്ര ഖദ്ർ കൊടുത്തിട്ട് ബാക്കി പെണ്ണ് തിരിച്ചു കൊടുക്കണം. വയുത്റകു ലഹാ ഖദ്റ മാ യസ്തഹില്ലു. സൗജി ഹലാലാക്കി എടുക്കും പെണ്ണിന്റെ ഫർജിനെ. വിഹി അത് ആർക്കെന്നെ? പെണ്ണിന് കൊടുക്കണം. മാ തുസ്തഹല്ലു വിഹി എന്ന് പറഞ്ഞൂടെ? മാ ഒരു ഖദ്ർ തുസ്തഹല്ലു വിഹി. അപ്പൊ ആ സംഖ്യ അവിടെ ബാക്കിയാക്കണം. എത്രയെന്നുണ്ടാവും കണക്കാൻ? ചെറിയ അഖല്ലുൽ മഹർ. അഖല്ലുൽ മഹറെ ഇവള് പിടിക്കാവുന്നു. നിരപരാധിത്വം കൊണ്ട് വന്നതല്ലേ ഇത്? അത്തഫരീഖ് ബൈനൽ വലിയൈനി, രണ്ട് വലിയന്റെ ഇടയിൽ വ്യത്യാസം പറഞ്ഞില്ലേ? രണ്ട് വലിയന്റെ ഇടയിലൂടെ വ്യത്യാസം പറഞ്ഞില്ലേ? അയ്ബ് അറിയാൻ സാധ്യതയുള്ള വലിയ നഷ്ടപരിഹാരം കൊടുക്കണം. അല്ലാതാളോ പെണ്ണ് കൊടുക്കണം. പെണ്ണ് കൊടുക്കണമെന്നല്ലല്ലോ. അത്തഫരീഖ് മസലയിൽ വ്യത്യാസം പറഞ്ഞത്. ഇന്നമായ കൂനുദാലിക ഉർമൻ ഇതാക്കാന വലിയ അല്ലതി അങ്കാഹു അബൂഹാൻ ഫമായിദാക്കാന വലിയ അല്ലതി അങ്കാഹായ് ഇബിനാണെങ്കിൽ എന്തുകൊണ്ട ഫലിച്ചാൽ ഈ ഉർമൻ ആ തഫരീഖ് വലിയനെ ഉണ്ടാക്കി തിരിച്ചത്. അത് അയ്യക്കൂന ഖിലാഫൻ ലിഖൗലി ഉമർ
ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഖൗലിന് വിരുദ്ധമാണ്. എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു ഇത്ലാഖാ പറഞ്ഞത്? ഈ ബയാൻ കൂട്ടിയത് ആരാണ്? മാലിക് ഇമാമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖൗലിൽ ഇങ്ങനത്തെ ഒരു ബയാനുണ്ടോ? ഇല്ല. ഇത്ലാഖാണ് നേടിയത്. എല്ലാവരിൽ നിന്നും നഷ്ടം ഈടാക്കാം. അവിടെ കൈത് കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. ആര്? അല്ലെങ്കിൽ ഖൗലു ഉമർ മുവാഫിഖുൻ ലി ഖൗലി മാലിക്. ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ചിന്താഗതി മാലിക് ഇമാം പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് ഇത്ലാഖിന്റെ മേലെ അറിയിച്ചു പോയി. അപ്പൊ എന്താവും? ഇത്ലാഖല്ല വേണ്ടത്, തഖീദ വേണ്ടത് എന്ന് പഠിപ്പിക്കുക. പ്രത്യക്ഷത്തിൽ എന്താണെന്ന് തോന്നും. ആ ഇത്ലാഖ് മുറാദല്ല, പിന്നെന്തന്നെ ഖൈദ് മുറാദാണ് എന്ന് പഠിപ്പിക്കൽ വാദ. അന്നൽ ഫസ്ഖ ഇദാ വുജിദ ഖബല ദുഖൂലി, പിരിച്ചുവിടലുണ്ടായത് ദുഖൂലിന് മുമ്പ്, അതെന്നാ വെറുതെ വേണ്ട. പിരിച്ചുവിട്ടത് സൗജിൽ നിന്നോ മർഗത്തിൽ നിന്നോ ആരിൽ നിന്നോ ആയാലും ഇല്ല, ഒന്നും വാങ്ങാൻ പറ്റില്ല. ഉറുമിന്റെ പറഞ്ഞില്ലേ മധുബല്ലോ? അല്ല, ഫസ്ക് ചെയ്താൽ എന്താ മഹറില്ല എന്ന് പറയാൻ കാരണം അന്നൽ ഫസ്ക് ഇദാ ഖബല ദുഖൂലാണെങ്കിൽ അവിടെ ഒന്നുമില്ലല്ലോ. ആ പിന്നെ സൗജിന്റെ വക്കൽ നിന്നാണോ മർഗത്തിന്റെ വക്കൽ നിന്നാണോ എന്ന് പറഞ്ഞിട്ട് വിലയുണ്ടാ? പിരിച്ചുവിട്ടത് ഓളിൽ നിന്നാണെങ്കിൽ ഓളെ വകയായിട്ട് പിരിഞ്ഞു പോയി. ഇവന്റെ വക്കൽ നിന്നാണെങ്കിലോ ഇവൻ വെറുതെ ഫസ്കാക്കോ? ഓൾ കൈവുണ്ടായത് കൊണ്ടല്ലേ. അപ്പൊ ഓള് അവളല്ലേ കാരണക്കാരി. അപ്പൊ എന്ത് വേണ്ട? പൈങ്ങാനൽ ഫസ്ക് വയദ ദുഖൂലി, ദുഖൂലിന് ശേഷമാണ് ഫസ്കെങ്കിലോ ഫലഹൽ മഹ്റു. എന്ത് കൊടുക്കണം? എത്ര എത്ര മിസ്രി? എത്ര അല്ല അതേപോലെ ഉറുമിന്റെ വിഷയം വരൂലേ? ഇല്ല, ഉറുമിനൊന്നും ഒരിക്കലും ഇല്ല എന്നാണ്. കാരണം നാത്ത് പോയില്ല എന്നാ പറയുന്നത്. ഏതുപോലെ മബി അത് തീരുമാനം അന്തിമാറ്റി പറഞ്ഞില്ലേ? കമാലൗക്കാനൽ മബിയോ മഹീബൻ ഫാക്കലഹു. അവിടെ എങ്ങനെ നമ്മള് ഇവിടെ ഉറുമ വാങ്ങണം, സൗജിന് വലിയ കൊടുക്കണം എന്നെല്ലാം പറഞ്ഞില്ലേ? അത് ഈ രണ്ട് സൈസാക്കി മാറ്റിയില്ലേ വലിയനെ? അത് വലിയനെ രണ്ടാക്കി മാറ്റിയല്ല. അത് 10 മുമ്പായാല് തീരെയില്ലേ? ഇത് 10 മുമ്പാണെങ്കിൽ ഓർമ്മ 2 പാർട്ടി ആക്കുന്നു. അന്നേരം ഇവനെന്താ നമ്മ മഞ്ഞനെ കുടുക്കിയിട്ടുണ്ടാ? മംഗലത്തിന്റെ ഉണ്ടാവില്ലേ? അത് ചെലവാക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇവനെ ഉപയോഗിച്ച് കഴിഞ്ഞത് കൊണ്ടല്ലേ ഇപ്പൊ മകൾ കൊടുക്കേണ്ടി വന്നത്. ഇവൻ സുഖെടുത്തതല്ലേ ഇപ്പൊ അനർത്ഥം വന്നത്. മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് നാഫി റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് അന്നബുനത ഉബൈദുല്ലാഹി ഇബ്നു ഉമറ. വളരെ ശ്രദ്ധിച്ചു പഠിക്കുക. ഉബൈദുല്ലാഹി ഇബ്നു ഉമർ എന്നവരുടെ മകള് ഏത് സ്ഥിതിയിൽ ഉമ്മുഹ, ആ മകളുടെ ഉമ്മ ബിന്തു സയ്യിദ് ഇബ്നുൽ ഖത്താബി. ശ്രദ്ധിക്കുന്നു, ഖത്താബിന്റെ 2 മക്കളല്ലേ? ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹു, ഒന്ന് സയ്യിദ്. ഖത്താബ് എന്നവർക്ക് 2 മക്കൾ, ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹു, പിന്നൊന്നോ സയ്യിദ് അല്ലേ? ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുള്ള. മകൻ ഉബൈദുള്ള എന്ന് പറഞ്ഞത് മകളുമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ള, മകൻ ഉബൈദുള്ള വേറൊരു മോൻ അല്ലേ? അബ്ദുള്ള എന്ന് ഉണ്ടാക്കുന്ന മരിക്കുന്ന കഥ പറയുന്നുണ്ട്. അതാണ് ഇനി ശരിക്കും മനസ്സിലാക്കുന്നത്. ഖത്താബ് എന്നവരുടെ ഒരു മകൻ ഉമർ റളിയല്ലാഹു അൻഹു, മറ്റൊന്നോ സെയ്ദിന് ഒരു മകളുണ്ട്. അതാരാണ് മകള്? അത് ഉബൈദുല്ലാഹി ഇബ്നു ഉമറിന്റെ സൗജത്ത്. ഉബൈദുല്ലാഹി ഇബ്നു ഉമർ ഉണ്ടല്ല, അവരുടെ സൗജത്ത്, അതാണ് മകള് എന്ന് പറഞ്ഞത്. മകള് ഉബൈദുല്ലാഹി ഇബ്നു ഉമർ എന്നവരുടെ സൗജത്ത്
ആ മരിച്ചത് ആരാണ് മരിച്ചത്? ഉബൈദുള്ള എന്നവരാട്ടെ. മാലിക്കുൻ നാഫിൻ അന്നബിനത്തെ ഉബൈദില്ലാഹിബ്നു ഉമറ. ഏത് സ്ഥിതിയിൽ ഉമ്മുഹ? ഉബൈദുള്ള എന്നവരുടെ ഭാര്യ. ആ ഉമ്മ ഇബ്നത്തിന്റെ ബിന്ദു സയ്യിദ് ഇബ്നുൽ ഖത്താബി. കാനത്ത് തഹത ഇബ്നിൻ ലി അബ്ദുല്ലാഹിബ്നു ഉമറ. അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ മകന്റെ ഭാര്യയായിരുന്നു. അബ്ദുല്ലാന്റെ അല്ല, അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളെ മകന്റെ ഭാര്യ. അബ്ദുല്ലാന്റെ മകനാന്ന് കെട്ടിയത്. ഉബൈദുല്ലാന്റെ മകളെ ഇങ്ങനെ പറ്റില്ല. മുത്താപ്പാന്റെ മോളെ ഇളയപ്പാന്റെ മോളെ കെട്ടലില്ലേ? അമ്മിന്റെയും അമ്മത്തിന്റെയും ഖാലിന്റെയും ഖാലത്തിന്റെയും മോളെ കെട്ടിക്കൂടെ? അതുകൊണ്ട് എന്തുണ്ട്, കെട്ടൽ ജായിസല്ലേ? ആ ഇങ്ങനെ കെട്ടിയത് അന്നബിനത്തെ ഉബൈദില്ലാഹിബ്നു ഉമറ. ഉബൈദില്ലാഹിബ്നു ഉമർ എന്നവരുടെ മകൾ. ഏത് സ്ഥിതിയിൽ ഉമ്മുഹ? ഓർ ഉമ്മ എന്ന് പറഞ്ഞാൽ ബിന്ദു സയ്യിദ് ഇബ്നുൽ ഖത്താബ്. സയ്യിദ് ഇബ്നുൽ ഖത്താബിന്റെ മകളാണ് ഭാര്യ. കാനത്ത് ആ മകളായിരുന്നു തഹത ഇബ്നി ലി അബ്ദുല്ലാഹിബ്നു ഉമറ. ആരുടെ ഭാര്യയാണ്? അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളുടെ മകന്റെ ഭാര്യയാണ് ഉബൈദുള്ള എന്നവരെ മകൾ. ആ അങ്ങനെ ഫമാത്ത ഈ ഭർത്താവാകുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ എന്തായി പോയി? അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളുടെ മകൻ മരിച്ചു. വലം യദ്ഖുൽ ബിഹാ, ചെയ്തിട്ടില്ല, കെട്ടിയപാട് മരിച്ചതാണ്. സ്വഹിയായ രൂപത്തിൽ നിക്കാഹ് നടന്നതേ ഉള്ളൂ. എന്തില്ല? ഇല്ല. വലം യുസമ്മിലഹാ സദാഖൻ, അന്ന് കെട്ടുമ്പം എന്ത് പറഞ്ഞതുമില്ല, മെയ്യ വന്നിട്ട് റിപ്പോർട്ടാക്കിയിട്ടുമില്ല. കെട്ടിച്ചു തന്നു, ഞാൻ സ്വീകരിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മെയ്യ സംസാരിക്കാൻ വന്നില്ല പെണ്ണിന്റെ ആൾക്കാർ. സംസാരിക്കാൻ വന്നെങ്കിൽ മജ്‌ലിസിൽ പറഞ്ഞ പോലെയാവും. സദാഖ് വേണമെന്ന് പറഞ്ഞിട്ട് ഉമ്മ വന്നു. ഉമ്മ എന്ന് പറഞ്ഞാല് ബിന്തു സയ്യിദ് ഇബ്നുൽ ഖത്താബ് വന്നു. ഉബൈദില്ലാഹിബ്നു ഉമറിന്റെ ഭാര്യ. മഹർ വേണം അല്ലേ? എന്റെ മകൾക്ക് മഹർ വേണം. ഫഖാല അബ്ദുല്ലാഹിബ്നു ഉമർ ലൈസ ലഹാ സദാഖുൻ. മസല പ്രകാരം എന്തേ ഇല്ല, ഒന്നുമില്ല. ഇസ്ലാമികമായിട്ട് അവൾക്ക് മഹറില്ല. വെറും കെട്ടിയതേ ഉള്ളൂ, ബന്ധപ്പെട്ടിട്ടുമില്ല. അതെന്നെ മജ്‌ലിസിൽ പറഞ്ഞ് അല്ലെങ്കിൽ ഫർദ് തഖ്ദീർ നടത്തിയിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരുന്നു. ഒന്നുമില്ല. പെണ്ണ് പിരിഞ്ഞു പോയല്ല, തഫ്വീലായിട്ടാ കെട്ടിയത്, മഹർ പറയാതെ. മസല കേക്ക്. അവൾക്ക് മഹർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തടഞ്ഞു വെക്കൂല, നമുക്കത് വേണ്ട. വലം നെഗലിം ഹാ, നമ്മൾ ആക്രമിക്കുകയും ചെയ്യില്ല, നമ്മൾ കൊടുക്കാൻ. കൂടാതെ ബന്ധുക്കളും കൂടിയാണ്. ഞങ്ങളെല്ലാം ഹാക്കിമീങ്ങളിൽപ്പെട്ട ആളാണ്, നീതി നടത്തുന്ന ആളാണ്. അതുകൊണ്ട് ഹക്കായ രൂപത്തിൽ ഇവിടെ എന്തില്ല, അതുകൊണ്ട് തരൂല. പാപത്ത് ഈ മസല സ്വീകരിക്കാൻ ആര് വിലങ്ങി? ഇത് നിങ്ങൾക്ക് തെറ്റിയതാണ്, ഞാനേ വേറെ ആളോടെ കണ്ടു ചോദിക്കട്ടെ എന്ന്. അങ്ങനെ ആരോട് ഫത്വ തേടി? അവരാക്കി ബൈനഹും, അവർക്കിടയിലുള്ള വിധിയെ സയ്യിദ് ഇബ്നു സാബിത്തിന്റെ പെരടിക്കിട്ട്. സയ്യിദ് ഇബ്നു സാബിത്ത് ഓർ പറയട്ട് മഹറുണ്ട്, മഹർ കൊടുക്കണോ വേണ്ടേ, ഓരോ പ്രസ്താവിക്കട്ടെ എന്ന്. ഇപ്പൊ പെണ്ണിന്റെ അയലുകാരൻ കുറെ ആള് പോയില്ലേ, ഇങ്ങനെ മഹർ ഉണ്ടാവില്ല എന്നാ പറയുന്നത്, അതുകൊണ്ട് തേടാൻ നടക്കണ്ട. അപ്പൊ ഇത് വലിയ വിധി അറിയേണ്ട ആവശ്യം വന്നില്ലേ? അപ്പൊ ഏറ്റവും വലിയ ചീഫ് ജസ്റ്റിസ് ആരുണ്ട്? മീറാസ് ഏതായാലും കിട്ടും, അതിൽ യാതൊരു കളിയും ഇല്ലേ ഇല്ല. സെയ്ദ് എന്ന് പറഞ്ഞ ഇയാളുണ്ടല്ലോ, ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ സഹോദരനാണ്, കുറെ മൂത്തതാണ്. ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മുമ്പായിട്ട് തന്നെ ഇസ്ലാം മതത്തിലേക്ക് വന്നു. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ യുദ്ധത്തിലും നബിയോടൊപ്പം എന്തായിട്ടുണ്ട്?
ആ യമാമ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരാണ്. മുസ്ലിമീങ്ങളുടെ പതാക പിടിച്ച് നടന്നതാണ്. 12-ാം കൊല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഭരണകാലത്താണ് ഷഹീദായത്. ആ വഫാത്ത് കണ്ടപ്പോൾ കഠിനമായി ആര് ദുഃഖം രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ടപ്പോൾ ഉമർ ഖത്താബ് പറയുന്നു, സബഖനീ ഇലൽ ഹുസ്നൈൻ, 2 നന്മയും എൻ്റെ ജ്യേഷ്ഠൻ നേടി. 2 നന്മ, ഒന്ന് അസ്ലമ കബിലി, 2 ഉസ്തുസീദ കബിലി. ഇനി ഇവിടുത്തെ നിയമം പറ, അലഹൽ മീറാസ് എന്താണ്? മുജ്മഅ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുണ്ടാവോ? സ്വദാഖോ വേണ്ടേ വേണ്ട എന്നാണ് മാലിക്കി മദ്ഹബ്. ഷാഫി മദ്ഹബിൽ വേണ്ട എന്നുണ്ട്. അത് റാഫി ഇമാമും എത്തമതാക്കിയത്. ബലഹീനം വേണ്ട. ലഹസദാഖു ഹനഫി. ഷാഫി മദ്ഹബിൽ നവവി ഇമാമും എത്തമതാക്കിയത് എന്താ? കൊടുക്കണം. ഹംബലി മദ്ഹബിൽ പൊതുവെയും എന്താ? ആ പകുതിയേ വേണ്ടു എന്ന് ഹംബലി മദ്ഹബിൽ ഒരു കോലുണ്ട് എന്ന് മാത്രം. ഫുള്ളായി വേണം തന്നെ അവർ മുയത്തമതാക്കിയത് ഹംബലി. ഷാഫി മദ്ഹബിൽ നവവി ഇമാമും മുയത്തമതാക്കിയത്. ഇസ്മെല്ലാം ലഹസദാഖുവാൻ മരിച്ചുപോയതല്ലേ, തീരെ വേണ്ടെന്ന് മാലിക്കി. ഷാഫി മദ്ഹബിൽ റാഫി ഇമാമും മുയത്തമതാക്കിയത്. പരിപൂർണമാണെന്ന് ഹനഫി. ഷാഫി മദ്ഹബിൽ നവവി ഇമാം മുഖ്താറാക്കിയതും ഫുള്ള്. ഹംബലിയിൽ മുയത്തമതും പകുതിയെ വേണ്ടുവെന്ന് ഹംബലിയിലൊരു കൗലി അല്ലേ. മഹർ വേണ്ടാന്ന് തമസ്സക്കൂ ബിമാഫിൽ മുവത്ത. മുവത്ത കൊണ്ട് തെളിയിച്ചത് സയ്യിദ് ഇബ്നു സാബിത്ത് എന്നവരെ കൗലി കൊണ്ടാണ്. എന്നാൽ ഹക്ക് നോക്കിയെന്നെങ്കിൽ ലഹാ മഹ്റുൽ മിസ്ലി, പറഞ്ഞത്ര വേണ്ട, പറഞ്ഞിട്ടില്ലല്ലോ, എന്ത് വേണം? മരണം കൊണ്ട് നിരപരാധിത്വം തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് കണ്ടറിഞ്ഞിട്ട് എന്ത് വേണം പോലും കൊടുക്കണം. ഇബ്നു മസ്ഊദ് തങ്ങളെ തൊട്ട് വന്നിട്ടുണ്ട്, അന്നഹു സുയിലാൻ റജുലിൻ തസവ്വജ ഇംറാത്തൻ. ഇതേപോലത്തെ അനുഭവം. നിക്കാഹ് മഹർ പറയാണ്ട് നിക്കാഹ് കഴിഞ്ഞ് സംയോഗം ചെയ്യുന്നതിന് മുമ്പാണ് മരിച്ച്. അവിടെ എന്താ വേണ്ടത്? ഇബ്നു മസ്ഊദ് തറപ്പിച്ച് പറഞ്ഞു, സാധാരണ മഹർ കുറക്കാൻ അധികാരമില്ല എന്ന് പ്രഖ്യാപിച്ച് 10,000 മജ്ലിസിൽ വെച്ച്. ആ മജ്ലിസിൽ വെച്ച് മഅഖിൽ ഇബ്നു സിനാനുൽ അശ്അരി എഴുന്നേറ്റ് നിന്നു. നിങ്ങൾ പറഞ്ഞത് 100% ശരി. കഴിഞ്ഞ ആഴ്ച നബിയുനാ റസൂലുള്ളാഹി, കഴിഞ്ഞ പ്രാവശ്യം ഇതേ വിധിയാണ് ബർവയുടെ കാര്യത്തിൽ നബി തങ്ങൾ പറഞ്ഞത്. ബർവ ബിന്ത് വാശിക്കുണ്ട്. നിങ്ങൾ പറഞ്ഞ ഇതേ വിധിയാണ് ആരുടെ കാര്യത്തിൽ നബി തങ്ങൾ പറഞ്ഞത്? ബർവയുടെ വിഷയത്തിൽ. ബർവ ബിന്ത് വാശിക്ക്. അപ്പോൾ എല്ലാവരും ശരിവെച്ചു പോലും. ബർവ ബിന്ത് വാശിക്കിന്റെ ഹദീസ് അബൂദാവൂദിലുണ്ട്, തിർമിദിയിലുണ്ട്, അഹ്മദ് ബിൻ ഹംബലിലുണ്ട്, ഹാക്കിം, ഇബ്നു അബീ ശൈബ, അബ്ദുർ റസാഖ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മഅഖിൽ ഇബ്നു സിനാൻ പറഞ്ഞു നിർത്തലോടുകൂടി കൂട്ടമായിട്ട് എന്താക്കുന്നു? നശ്ഹദു അന്നക ഖളൈത ബിമാ ഖളാ ബിഹി റസൂലുള്ളാഹ് അസബ്ത ബരിർത സദഖത. ഇങ്ങനെയുള്ള ഒരു മസലയിൽ നബിതങ്ങളെ ഞങ്ങൾക്ക് തീരുമാനം പഠിപ്പിച്ചത് എന്താ? ഇങ്ങനെ വാങ്ങണം. ഹദീസ് ഇബ്നു മസ്ഊദ് തിർമിദി ശരിയാക്കിയിട്ടുണ്ട്. വിവിധ റിവായത്തുകളിൽ കൂടി വന്നിട്ടുണ്ട്. അത് പിടിച്ചുകൊണ്ടാണ് ഷാഫി ഇമാം മാറ്റി പറഞ്ഞത് എന്ത് വേണം? ഷാഫി ഇമാം തിരുത്തി പറഞ്ഞു. ഈജിപ്തിൽ വെച്ച് ആദ്യം മഹർ വേണ്ട എന്ന് പറഞ്ഞ് നടന്നതിനെ തൊട്ട് എന്താക്കി? ബർവ ബിന്ത് വാശിക്കിന്റെ ഹദീസ് കിട്ടിയിടം മുതൽ ഞാനിതാ തീരുമാനമെടുത്തിരിക്കുന്നു. എന്ത് വേണം? മീറാസ് വേണം എന്നുള്ളതിൽ കളിയും തന്നെ ഇല്ല മീറാസിൽ കേട്ടാ. മഹല്ലിയിലുണ്ട് ഈ സംഭവം വേണ്ട പോലെ. 3,283, 284 ഈ മസാല അടിവേരിട്ടിട്ട് തെളിയിക്കുന്നത്. എത്ര മിനിറ്റായി നോക്ക്? 25.